ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസതി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇന്ന് ഭഗവത്ഗീത ഓൺലൈൻ ക്ലാസിന്റെ 24ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ഗീതാ മാഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഭക്തർ രാജേഷ് മേനോൻ പ്രഭുവാണ്. പ്രഭുവിനെ ഗീതാ മാഹാത്മ്യം പറയുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മാചാര്യപാദായ നിത്യാഗ്രപദായ ഗൗരഗദാധ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസിന്റെ ആദ്യ ഭാഗമായ ഗീതാ മഹാത്മ്യത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് നമ്മൾ അതിന്റെ കുറെ ഭാഗങ്ങൾ കവർ ചെയ്തു. 4 ഗീതാ മഹാത്മ്യം ശ്ലോകം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് നമ്മൾ 5, 6, 7 കൂടി കവർ ചെയ്യും. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും അത് ഫെമിലിയർ ആയി കാണും. എങ്കിലും നമ്മൾ അതിന്റെ ആ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് നമ്മളത് വീണ്ടും അത് പറയുന്നത്. നമുക്ക് 5ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. 5ാമത്തെ ശ്ലോകം പറയുന്നത് ഗീതാ മഹാത്മ്യം 5 പറയുന്നു: ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്രാത് വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വ പുനർജന്മന വിദ്യതേ. അതായത് ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്തു പറയാം? ചെയ്യുന്ന ഒരാൾക്ക് മോക്ഷം കിട്ടുകയാണെങ്കിൽ ഭഗവാനിൽ നിന്ന് അല്ലെ, ഭഗവാന്റെ മുഖത്ത് നിന്ന് വന്ന ഭഗവത്ഗീത അത് നമ്മൾ പാനം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നു, കേൾക്കുന്നു. അപ്പോൾ എന്തു പറയാൻ അതിനെ കുറിച്ചെന്ന് പറഞ്ഞു. മഹാഭാരതത്തിന്റെ സാരാമൃതം അത്രേ ഭഗവത്ഗീത. ആദി വിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണ്. അതാണ് ഗീതാ മഹാത്മ്യം 5 പറയുന്നത്. ഇപ്പോ നമുക്കറിയാം ഭഗവാനിൽ നിന്ന് ഇപ്പോ നമ്മള് മഹാഭാരതത്തിൽ തന്നെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് അല്ലെ ഇത് വരുന്നത്. അവിടെ ഭഗവാൻ ഈ കൃഷ്ണനെ ഉപദേശിക്കുകയാണ്. കാരണം കൃഷ്ണൻ ആ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ കൃഷ്ണന് ലമെന്റേഷൻ ആണ്, അതായത് വിലാപമാണ്. കൃഷ്ണൻ, അയ്യോ എന്റെ ബന്ധുക്കൾ അവിടെ നിൽക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് സന്ദേഹം വരും. അത് നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏത് നിമിഷവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരാം. ഒരു മനുഷ്യന് തീർച്ചയായും വന്നിരിക്കും. ഒരുപാട് തീരുമാനം എടുക്കാനാവാത്ത അവസ്ഥ നമ്മുടെ ദുർബലത കൊണ്ട് നമുക്ക് പല സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ സഹാനുഭൂതി കൊണ്ടാവാം, അല്ലെ നമ്മുടെ പാപചിന്ത കൊണ്ടാവാം, പല പല കാരണങ്ങൾ കൊണ്ടാവാം. അർജുനന് സംഭവിച്ച അതേ സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും വരാം. അപ്പൊ ആ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴാണ് ഇത് ഭഗവാൻ
അർജുന ഉപദേശിക്കുന്നു. അർജുനന്റെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും ഉപദേശിച്ചില്ല അല്ലെ. അത് നമ്മൾ ഓർക്കണം. ആ ഒരു സാഹചര്യം വരുമ്പോഴേ നമുക്ക് അത് കേൾക്കാനും വിശപ്പുണ്ടെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. അർജുനന് അപ്പോഴാണ് അത് കേൾക്കാനുള്ള വിശപ്പുണ്ടായത്. അതുപോലെ നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, ഭഗവത്ഗീതയിലൂടെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ നാമം ജപിക്കുകയും ഭഗവാനോട് എപ്പോഴും അടുത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഓരോ സാഹചര്യങ്ങളിൽ ഭഗവാൻ കൃത്യമായി നമുക്ക് മനസ്സിലാ ഉപദേശങ്ങൾ തന്ന് നമ്മളെ സഹായിക്കുന്നതാണ്. അതാണ് ഇത് പറയുന്നത്. ഇത്രയും പ്രാധാന്യം അതിനുണ്ട്. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷന്റെ മുഖനിർഗതമാണ്. ഗംഗ ഭഗവാന്റെ പാദപങ്കജ നിർഗതവുമാണ്. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസമില്ല. ഭഗവാൻ അതീന്ദ്രിയ ശരീരമാണ്. ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിന് പ്രത്യേകിച്ച് തല വാല ഒന്നും നോക്കാനില്ല അല്ലെ. എല്ലായിടത്തും ഒരേ പ്രാധാന്യമാണ്. എങ്കിൽ പോലും പക്ഷപാതമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തെക്കാൾ കുറെ കൂടി പ്രധാനമാണെന്ന് കാണാം. കാരണം അത് ഭഗവാൻ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഉപദേശിച്ച, ഒരു മനുഷ്യനെ ഉപദേശിച്ചാണ്. തീർച്ചയായും നമുക്കത് ഉപകാരപ്പെടും. അടുത്ത ശ്ലോകം നോക്കാം. സർവോപനിഷദോ ഗാവോ ധോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഗീതോപനിഷത്ത് ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. ഭഗവത്ഗീതയാണ് ഗീതോപനിഷത്ത് എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അത് എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്ന് പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃത തുല്യ ദുഗ്ധമായ ഭഗവത്ഗീത പാനം ചെയ്യുന്നു. അതാണ് ഗീതാ മഹാത്മ്യം 6 നമ്മളെ കണ്ടത്. ഇനി അവസാനത്തെ ശ്ലോകം നോക്കാം. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഇതാണ് ഗീതാ മഹാത്മ്യം 7. ഇത് പറയുന്നത് ഇക്കാലത്ത് ജനങ്ങൾ ഒരേയൊരു ധർമ്മ ഗ്രന്ഥത്തെയും ഒരേയൊരു ഈശ്വരനെയും ഒരേയൊരു മതത്തെയും ഒരേയൊരു പ്രവൃത്തിയും മാത്രം സ്വീകരിക്കുവാൻ ഉത്സുകരാണ്. അതുകൊണ്ട് അപ്പൊ നമുക്ക് പലത് തേടി നടക്കാനുള്ള സമയം ഈ കലിയുഗത്തിൽ ഇല്ല. അതുകൊണ്ട് പറയുന്നു എല്ലാം ഏകം ശാസ്ത്രം, ഒരേ ഒരു ശാസ്ത്രം, ദേവകീ പുത്രഗീതം, ഒറ്റ ഗ്രന്ഥം. അതേതാണ്? ഏകധർമ്മഗ്രന്ഥം ഭഗവത്ഗീത. അതൊന്ന്. രണ്ടാമത്തെ ഏകോ ദേവകീ പുത്ര ഏവ, ദേവോ ദേവകീ പുത്ര ഏവ, സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ. ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷനായ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആയ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ. ഒരേ ഒരു ഗ്രന്ഥം ഭഗവത്ഗീത, ഒരേ ഒരു ഈശ്വരൻ ശ്രീകൃഷ്ണ ഭഗവാൻ. ഏകോ മന്ത്രാസ്തസ്യ നാമാനി, ഒരേ മന്ത്രം. ഏതാണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതിന്റെ സങ്കീർത്തനം നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരേ ഒരു പ്രവൃത്തി നമുക്ക് ഉണ്ടായിരിക്കട്ടെ. എന്താണത്? പരമപുരുഷന്റെ ആ ഭക്തിയുത സേവനം, ഭഗവാന്റെ ഭക്തിയുത സേവനം നമ്മൾ ചെയ്യുക. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. പരമപുരുഷനായ ശ്രീകൃഷ്ണന്റെ ഭക്തിയുത സേവനം ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ കലിയുഗത്തിൽ കലിയുഗ ധർമ്മം നമുക്ക് നിർവഹിക്കാനാകും എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവത്ഗീതയുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ ദിവസങ്ങളിലായിട്ട് പറഞ്ഞത്. ഈ 7 ഗീതാ മഹാത്മ്യവും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ആ ഭഗവത്ഗീത ഇനി നാമമഹാത്മ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് 11ാം അധ്യായത്തിന്റെ ബാക്കി ശ്ലോകങ്ങളും കേൾക്കുന്നു. അപ്പൊ അതിലൂടെ എത്രത്തോളം പ്രാധാന്യം ഇതിന് നമ്മൾ കൊടുക്കേണ്ടത് അതേ പ്രാധാന്യത്തോട് തന്നെ കൊടുക്കണം. ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലെ. നമ്മൾ 2ാം അധ്യായത്തിൽ കണ്ടിരുന്നു. ഈ ശരീരമല്ല, നമ്മളെന്ന് പറയുന്നത് ഒരു ശരീരസ്ഥനായ ജീവാത്മാവാണ് അല്ലെ. 2.13 നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മള് ഭഗവാന്റെ അംശമാണ്. നമുക്ക് ജനനമില്ല, മരണമില്ല അല്ലെ. അത് നമ്മൾ 2.20 കണ്ടു. 6 വിധ മാറ്റങ്ങൾക്ക് അധീനമാണ് ശരീരം, പക്ഷെ ആത്മാവിന് യാതൊരു മാറ്റവും ഇല്ല. നമ്മൾ ആത്മാവാണ്, നമുക്ക് മരണമില്ല, നമ്മൾ നിത്യരാണ്, എറ്റേണലാണ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 2.11 30 വരെ നമ്മൾ ആത്മാവിന്റെ ഒരുപാട് ഗുണങ്ങളെ പറ്റി നമ്മൾ കണ്ടിരുന്നു. 2ൽ തന്നെ നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അപ്പോ അതുകൊണ്ട് നമ്മള് അറിവിനായിട്ട് 3 വഴികൾ പണ്ട് പറയും അല്ലെ. ശാസ്ത്രം പറയുന്നത് പ്രത്യക്ഷം, അനുമാനം, ശബ്ദം. 3 മാർഗങ്ങളിലൂടെ അറിവ് നേടാം എന്ന് പറയും. അതിനകത്ത് പ്രത്യക്ഷവും അനുമാനവും നമ്മൾ പരിഗണിക്കാറില്ല. കാരണം എന്താണ്? പ്രത്യക്ഷം അഭികാമ്യമല്ല. കാരണം അത് കണ്ട് മനസ്സിലാക്കുന്നതാണ്, അത് അഭികാമ്യമല്ല. അനുമാനവും ശരിയല്ല, ഗസ്സിംഗ് ആണ്, അത് ശാസ്ത്രീയമല്ല. പക്ഷെ ശബ്ദം, അതാണ് വേദശാസ്ത്രത്തിനാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും
ബെസ്റ്റ് എന്നുള്ളത് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ആധികാരികമായിട്ടുള്ളതാണ്. അതിലൊന്നാണ് നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. ഇനി ഭഗവത്ഗീതയിൽ തന്നെ നമ്മൾ എന്തു മനസ്സിലാക്കണം? ഒരു ആധികാരിക ഗുരു, അതും ഭഗവാനിൽ നിന്ന് ആരംഭിച്ച ഒരു ശിഷ്യ പരമ്പരയിലെ ഒരു ഗുരുവിൽ നിന്നുള്ള ഭഗവത്ഗീത വിവർത്തനങ്ങളും ഭാവാർത്ഥങ്ങളും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾക്ക് ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങളും വിവർത്തനങ്ങളും അടങ്ങിയ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, ഭഗവത്ഗീത യഥാരൂപം തന്നെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ നമുക്ക് ഈ ജന്മത്തിൽ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ മനുഷ്യ ജീവിതം, ഹ്യൂമൻ ഫോം ഓഫ് ലൈഫിന്റെ ഈ മനുഷ്യ ജന്മം നമുക്ക് കിട്ടിയതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഗീതയുടെ മഹാത്മ്യത്തെ പറ്റി നന്നായി പറഞ്ഞോളൂ. അടുത്തതായി ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതിനായി ഹിസ് ഗ്രേസ് ശരണ്യ ശ്യാം സുന്ദർ ദാസ് പ്രഭുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നാമമഹിമയിലേക്ക് സ്വാഗതം. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമിലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഞങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരുപാട് മഹാത്മ്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നാമമഹിമയെ കുറിച്ച്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാനിത്, രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഭാഗവത്തില് ഭഗവാൻ എന്താണ് പ്രഥമ സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്, ആപന്നഹ സംസൃതിം ഘോരാം യൻ നാമ വിവശോ ഗൃണൻ തദഹ സദ്യോ വിമുച്ഛേദ യത് വിഭേദി സ്വയം ഭയം. അതായത് ഭയം ഒരു വ്യക്തിരൂപം പൂണ്ടു കഴിഞ്ഞ ഭയം അല്ലെ, ആ ഭഗവാന്റെ നാമം കേട്ട് കഴിഞ്ഞാൽ ആ ഭയം പേടികൊണ്ട് വിറയ്ക്കുക എന്നാ പറയുന്നത്. അപ്പൊ അത്രയും പവിത്രമായിട്ടുള്ള ഭഗവാന്റെ നാമം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ബോധപൂർവം അല്ലാതെയോ അല്ലെങ്കിൽ അശ്രദ്ധയോട് കൂടിയോ ദേഷ്യത്തോടു കൂടിയോ ജപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ജനിമൃതി ചക്രത്തിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കുമെന്നാ പറയുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, ശ്രീരാമചന്ദ്ര ഭഗവാൻ സീതാദേവിയെ രാവണൻ മോഷിച്ചുണ്ടായ സമയത്ത്, യുദ്ധം നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ സമയത്ത് രാവണൻ എന്ത് ചെയ്തു? രാവണന്റെ ഒരു ചാരൻ, ഇന്നത്തെ രാജ്യങ്ങളിലൊക്കെ ചാരന്മാരുണ്ട്, മറ്റു രാജ്യങ്ങളിൽ പോയി അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞു വരാനായിട്ട്. അപ്പൊ അങ്ങനെ ശാർദൂലൻ എന്ന് പറയുന്ന ഒരു ചാരനെ രാവണൻ നിയോഗിക്കും. ശാർദൂല, നീ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്, അവരുടെ യുദ്ധ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞു വരുമെന്ന് ചോദിക്കും. അപ്പോൾ ചാരന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് പെട്ടെന്ന് വേഷമൊക്കെ മാറാൻ സാധിക്കും അല്ലെ. അപ്പോൾ അദ്ദേഹം വേഗം ഒരു വാനരന്റെ വേഷം എടുത്തിട്ട് നേരെ പോകും, നേരെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് ചെല്ലും. പക്ഷെ ഇദ്ദേഹത്തെക്കാൾ ബുദ്ധിയുള്ളവരാണ് വാനരന്മാരായതുകൊണ്ട് ഇദ്ദേഹത്തിന് അവിടെ വെച്ച് തന്നെ പിടിക്കും. കള്ളം പിടിക്കപ്പെട്ടിട്ട് അവിടെ കെട്ടിയിട്ട് മർദ്ദിക്കാൻ ആരംഭിക്കും. അപ്പോൾ ചാവും എന്നുള്ള ഉറപ്പ് വരും, കാരണം അടിച്ചടിച്ച് കൊല്ലാറാക്കി എന്നത് അദ്ദേഹം പറയും. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ അല്ലെ, നമ്മൾ ഒരു ശത്രു രാജ്യത്ത് ചെന്നിട്ട് നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആ ശത്രു രാജ്യത്ത് ചെന്നിട്ട് ആ ശത്രുവിനെ നമ്മൾ മിത്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹവും ഇത് തന്നെ പരീക്ഷിച്ചു. കാരണം വെച്ചാൽ അദ്ദേഹം അവിടെ ജയ് ശ്രീരാം ഹരേ രാമ എന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഇത് ഭഗവാൻ കേട്ടു. ശ്രീരാമചന്ദ്ര ഭഗവാൻ കേട്ടിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന സന്നിധിയിൽ നിർത്തി കഴിഞ്ഞപ്പോൾ, നീ എന്തിനാണ് വന്നത്, നിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഇങ്ങനെയാണ് ഉദ്ദേശം എന്ന് രാവണൻ പറഞ്ഞു വിട്ടാണെന്ന് പറയും. അപ്പോ ഇദ്ദേഹം ശ്രീരാമചന്ദ്ര ഭഗവാൻ വിഭീഷണ, അവന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തോളൂ എന്ന് പറയും. എന്താണ് അവന് പറയേണ്ടത്? ഇന്നത്തെ പ്ലാൻ, നാളത്തെ പ്ലാൻ, മറ്റന്നത്തെ പ്ലാൻ, ഫുൾ പ്ലാനും പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറയും ഭഗവാൻ. അപ്പോൾ അങ്ങനെ ആ പ്ലാനുകൾ മൊത്തം വിഭീഷണൻ പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും അത്ഭുതമായി ശ്രീരാമചന്ദ്ര ഭഗവാൻ. അങ്ങനെ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് പോലും, അതായത് ശാർദൂലിന് പോലും അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ, നാമം പറഞ്ഞ മാത്രമേ തന്നെ അദ്ദേഹം സകലതും കൊടുത്തു, എല്ലാം കൊടുത്ത്, ഭക്ഷണവും കൊടുത്ത് തിരിച്ച് പറഞ്ഞു വിട്ടു. തിരിച്ച് ലങ്കയിലേക്ക് തന്നെ പോയിക്കോളാൻ പറഞ്ഞു വിട്ടു. അപ്പൊ ഇതിന്റെ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ നാമം ജപിച്ചത് അല്ലെ, ഭഗവാനെ വിളിച്ചത്. പക്ഷെ എന്നിട്ട് പോലും ഭഗവാന്റെ ആ കരുണ, കാരണം വെച്ച് കഴിഞ്ഞാല് ഭഗവാനെ ബോധപൂർവമില്ലാതെ അശ്രദ്ധയോട് കൂടിയിട്ടോ ദേഷ്യത്തോട് കൂടിയിട്ടോ ഏത് രീതിയിലാണെങ്കിലും വിളിച്ചാലും ആ നാമം ഓരോ ജീവാത്മാവും വിളിക്കുന്നത് കേട്ടിട്ട് അദ്ദേഹം സ്വയം മറന്നു പോവാന്ന് പറയുന്നത്. സ്വയം മറന്ന് തനിക്കുള്ളതെല്ലാം, തന്റെ കരുണ മൊത്തം ആ ഭക്തന് മേല് ചൊരിയുന്ന പറയുന്നത്. അപ്പൊ അതാണ് ഭഗവാന്റെ പ്രത്യേകത. അത് ഒരു കാര്യം, നമ്മൾ അശ്രദ്ധയോട് കൂടിയിട്ടാണ് പലരും, നമ്മളെല്ലാവരും ജപിക്കുന്നതൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഭഗവാന്റെ ആ പ്രൊട്ടക്ഷൻ, ഭഗവാൻ എപ്പോഴും സന്തോഷിക്കുന്നത് ഭഗവാന്റെ നാമം കേട്ടിട്ടാണ്. ഇത് പുരാണത്തില് ഉണ്ടായ ഒരു സംഭവമാണെങ്കിൽ,
നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴും റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പല ഭക്തന്മാർ സ്വയം നമുക്ക് ജപിക്കുമ്പോൾ ആ ആനന്ദം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ മറ്റ് ഭക്തർ ജപിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആനന്ദം ലഭിക്കാറുണ്ട്. ബഹ്റിനിൽ വെച്ചിട്ട് ബൽറാം ദേശില് അവിടെ ഒരു പ്രഭു ഉണ്ടായിരുന്നു. ആ പ്രഭു അദ്ദേഹം വളരെ എനിക്ക് എപ്പോഴും എന്താണ് അദ്ദേഹത്തിനോട് അസൂയ തോന്നും അദ്ദേഹം നാമം ജപിക്കുന്ന കാണുമ്പോൾ. കാരണം ചുറ്റും നടക്കുന്ന ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. അദ്ദേഹം ആ നാമത്തിൽ മുഴുകി അങ്ങനെ ഇരിക്കാറാണ് ചെയ്യാറ്. അപ്പൊ ഞാനൊക്കെ നാമം ജപിക്കുമ്പോൾ നമ്മൾ അതാ പറസാദി പ്രഭു വരുന്നു, അല്ലെങ്കിൽ ആ പ്രഭു വരുന്നു, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. പക്ഷെ പ്രഭു അങ്ങനെയല്ല. ഫുൾ ടൈം പ്രഭു അർദ്ധനീലമ കണ്ണ് പകുതി അടച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നാമം ജപിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റിയലൈസേഷൻ ഞങ്ങളെ കേട്ടത്, അദ്ദേഹം വീട്ടിൽ വെച്ചിട്ട്, അതായത് ഒരു മനുഷ്യന്റെ ദിവസത്തില് 2.5 മണിക്കൂറോളം നമ്മൾ നാമജപത്തിന് കൊടുക്കണം. അപ്പൊ അത് എല്ലാ ഭാര്യമാരും അത് അംഗീകരിച്ച് തരണമെന്നില്ല. കാരണം അവർക്ക് ലീവിനൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഫുൾ ടൈം അവര് വീട്ടിലെ കാര്യങ്ങൾ നോക്കണമെന്നൊക്കെയാണ് പറയാറ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ 2.5 മണിക്കൂർ നാമം ജപിച്ചിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം വെളുപ്പിനെ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രാവിലെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ഉച്ചത്തിൽ ജപിക്കും, നല്ല ഈണത്തിലേക്ക് ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാജിക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം സഹിക്കാറില്ല. ഇങ്ങനെ എപ്പോഴും നാമം ജപിക്കാണ്, രാവിലെ ഒരുപാട് ജോലിയുണ്ട്, വന്നിട്ട് ഇത് തന്നെയാണ് അവസ്ഥ എന്നൊക്കെ ഉള്ള രീതിയിൽ മാതാജി എന്താണ് ഒച്ചപ്പാടും ബഹളമൊക്കെ ഇങ്ങനെ തെരുവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ എന്ന സമയത്ത് ഒരു നായ പുറത്തുനിന്ന് ഓടി വന്നു. ആ നായ ഒരുപാട് പേരെ കടിച്ചിട്ട് വന്ന നായയാണ്. ഈ നായ ഓടി വന്നിട്ട് മാതാജിയുടെ മേത്തേക്ക് ചാടി കയറി. അപ്പോ ജനലിന്റെ അപ്പുറത്തെ സൈഡില് മാതാജി ഉണ്ട്, അകത്ത് പ്രഭുവാണ് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നായ അകത്ത് മാതാജിയുടെ മേത്ത് വന്നിട്ട് എന്താ പറയാ, മാതാജി പറയുന്നുണ്ട്, പ്രഭു നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞാണ്, അതായത് മാതയുടെ നൈറ്റിയുടെ ഉള്ളിൽ കൂടിയൊക്കെ തന്നെ ആ നായ കയറിപ്പോയി എന്നാ പറയുന്നത്. അപ്പൊ അത്രയും ഭയപ്പെടുത്തിയിട്ട് ആ നായ ഓടിക്കളഞ്ഞു. ഈ മാതാജിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ഇദ്ദേഹം ആ നാമജപം നിർത്തി വന്നില്ലല്ലോ. അപ്പൊ നേരെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം കണ്ണൂർന്ന് വെച്ച് എന്താണ് സംഭവിച്ചത്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. ഒരു നായ വന്ന് കുറച്ച് എന്റെ മേത്തോട് ചാടി കയറി എന്നെ ആകെ പേടിപ്പിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? എനിക്കറിയില്ല, ഇപ്പൊ നീ കുറയ്ക്കുന്നത് മാത്രമാണ് ഞാൻ കേൾക്കുന്നത് പ്രഭു പറഞ്ഞു. അപ്പൊ മാതാജി പറഞ്ഞു അങ്ങനെ കയറിപ്പോയെന്ന് കണ്ടപ്പോ പ്രഭുജി എടുത്ത വഴിക്ക് ചോദിച്ചു, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ അപ്പോഴാണ് മാതാജിക്ക് മനസ്സിലായത്. കാരണം അത്രയധികം ആ നായ വന്നിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഒരു പോറിന് പോലും മാതാജിയുടെ മേത്തുണ്ടായിട്ടില്ല. അപ്പൊ പ്രഭു ഭഗവാനോട് അപ്പൊ പറഞ്ഞു, നോക്കൂ, നീ ഭഗവാന്റെ ആ കാരുണ്യം നോക്കൂ. ഞാൻ ഒച്ചത്തിൽ നിന്നോട് ജപിക്കുന്നത് കൊണ്ട് ഈ വീടിന്റെ ഉള്ളിലും വീടിന്റെ പുറത്ത് നിൽക്കുന്ന ആ വന്ന പട്ടിക്ക് ഉൾപ്പെടെ നിന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അതാണ് ഭഗവാന്റെ നാമമഹിമ എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് സകല ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അപ്പൊ ആ വീട്ടിലുള്ളവർക്കും വീടിന് പുറത്തുള്ള സർവ്വചരാചരങ്ങൾക്കും ആ ഗുണം കിട്ടുന്നതെന്ന് പ്രഭു പറയുണ്ടായിരുന്നു. അപ്പൊ അത് വളരെ വലിയൊരു കാര്യമായിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജപിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല. കാരണം ഭഗവാന്റെ നാമം എവിടെ ജപിച്ചാലും അത് ഭഗവാൻ വളരെയധികം സന്തോഷിക്കുന്നുള്ളൂ. ഒരു ജീവാത്മാവ് ആക്സിഡന്റലി ആൻഡ് നോയിൻലി ഭഗവാന്റെ നാമം ഒരു തരത്തിൽ ഒന്ന് പറഞ്ഞാൽ പോലും ഭഗവാന്റെ ശ്രദ്ധ അവനിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ആ ഭഗവാന്റെ നാമം ശ്രദ്ധയോടുകൂടി ജപിക്കാനുള്ള കാരുണ്യം ഭഗവാന്റെ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഹരിനാമ സങ്കീർത്തൻ കി ജയ്. ഹരേ കൃഷ്ണ മഹാമന്ത്ര കി ജയ്. ശിലപ്രഭാതി കി ജയ്. ഗുരുരാജ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരിനാമത്തിന്റെ മഹിമയെ പറ്റി വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു. ഉദാഹരണങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. ഇന്ന് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ 37 മുതൽ 55 വരെ ശ്ലോകങ്ങൾ നമുക്കായി പറഞ്ഞു തരുന്നത് ഹെർ ഗ്രേസ് ഗുണമാല ദേവിദാസി മാതാജിയാണ്. ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നതിന് മുൻപായി മാതാജിയെ കുറിച്ച് 2 വാക്ക്. വളരെ മുതിർന്ന ഭക്തയായ ഹെർ ഗ്രേസ് ഗുണമാല ദേവി ദാസി മാതാജി 1997 കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ എത്തിച്ചേർന്നത്. വിശാഖപട്ടണത്തിലെ കൃഷ്ണാവബോധ പ്രസ്ഥാന സമൂഹത്തിലാണ് 18 വർഷത്തോളം മാതാജി താമസിച്ചിരുന്നത്. അവിടെ പുലർച്ചെ 4 മണിക്കുള്ള മംഗളാരതിയിലും തുടർന്നുള്ള ശൃംഗാര ആരതിയിലും ഭാഗവതം ക്ലാസ്സിലും മാതാജി നിത്യവും പങ്കെടുത്തിരുന്നു. മാതാജിക്ക് 2002 ഹിസ് ഹോളിനസ് ശ്രീല രോമപാദ സ്വാമി മഹാരാജിൽ നിന്നും ഹരിനാമ ദീക്ഷ ലഭിക്കുകയും പിന്നീട് 2007 ബ്രാഹ്മണിക്കൽ ദീക്ഷ ലഭിക്കുകയും ചെയ്തു. അവിടെ ഭഗവത് ശാസ്ത്രങ്ങൾ പഠിക്കുകയും കുറച്ചുകാലം അസിസ്റ്റന്റ് പൂജാരിയായും പിന്നീട് പൂജാരിയുമായ സേവനം ചെയ്തിരുന്നു. കൃഷ്ണാവബോധ സമൂഹത്തിലെ ഭക്തർക്കായി പ്രസാദമുണ്ടാക്കുന്ന സേവയിലും
ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്ന സേവയിലും മാതാജി ഏർപ്പെട്ടിരുന്നു. സിംഹാചല ധാമിലും ഉടുപ്പി ധാമിലേക്കുമുള്ള യാത്രയിൽ 10 ദിവസം തുടർച്ചയായി രാവിലെ മുതൽ രാത്രി വരെ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ശ്രവിച്ചിരുന്ന മുതിർന്ന ഭക്തയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുണമാല ദേവിദാസി മാതാജി. നമ്മുടെ ഭാഗ്യത്തിന് മാതാജി എറണാകുളത്ത് 2015 എത്തിച്ചേർന്നു. മാതാജിയെ ബഹുമാനപൂർവം ഭഗവത്ഗീത ക്ലാസ്സിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ഭഗവത്ഗീത യഥാരൂപം അധ്യായം ശ്ലോകങ്ങൾ 37 തൊട്ട് 55 വരെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ശ്ലോകം അധ്യായം 11 ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം 37. തസ്മാസ്തേന നമേരത് മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാധികസ്ത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ അങ്ങാണല്ലോ ആദിമനായ സൃഷ്ടാവ്. എങ്കിൽ എന്തുകൊണ്ട് അവർ ഭക്ത്യാപൂർവം അങ്ങയെ പ്രണമിക്കുന്നില്ല? അതില്ലാത്തവനും പ്രപഞ്ചത്തിന് ആശ്രയവുമായ ദേവാദിദേവ, അക്ഷയവും കാരണങ്ങൾക്ക് കാരണവും ഭൗതിക പ്രകൃതിക്ക് ഉപരിയുമാണ്. അത് അത്ഭുതപൂർവ്വം കണ്ടുകൊണ്ട് അർജുനൻ പ്രാർത്ഥനകൾ നിവേദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അർജുനൻ പറഞ്ഞു, ഓ മഹാത്മൻ, അങ്ങ് ബ്രഹ്മാവിനേക്കാൾ മഹാത്മായ അങ്ങ് ആത്മീയമായ സൃഷ്ടാവാണ്. ദേവന്മാരെല്ലാം അങ്ങേ നമസ്കരിക്കേണ്ടതാണ്. ഈ പ്രാർത്ഥനകളിലൂടെ കൃഷ്ണന്റെ മഹത്തായ പദവി എല്ലാവർക്കും മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവിടെ ഭഗവാൻ കൃഷ്ണന്റെ ഉത്തമ പദവി മനസ്സിലാക്കുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ആരാധിക്കും. മുഖ്യ ദേവന്മാരായ ബ്രഹ്മാവും ശിവന്റെയും ഒക്കെ ഉറവിടം കൃഷ്ണനാണ്. കൃഷ്ണന്റെ വിസ്താരമാണ് ഗർഭോദശായി വിഷ്ണു. ആ വിഷ്ണുവിന്റെ പൊക്കിൾക്കൊടിയിൽ നിന്നും ഒരു താമര വിരിയുന്നു. ബ്രഹ്മാവ് അതിൽ ജനിക്കുന്നു. പിന്നെ ബ്രഹ്മാവിന് വിഷ്ണു ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. പ്രാഥമിക സൃഷ്ടികളായ ഭൂമി, ജലം, അഗ്നി, വായു, ഖം, ആകാശം എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ സൃഷ്ടി നടപ്പിലാക്കാനായിട്ട് ബ്രഹ്മാവ് തന്റെ മക്കളായ കുമാരന്മാരോട് സന്തതികൾ ഉൽപ്പാദിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. കുമാരന്മാർ അതിന് തയ്യാറായില്ല. അവർക്കാവില്ല എന്ന് പറഞ്ഞ് അവർ തന്റെ കമണ്ഡലത്തിലെ വെള്ളമെടുത്ത് സ്വന്തം ശരീരത്തിൽ തെളിച്ചിട്ട് ശപഥം ചെയ്തു പറഞ്ഞു, ഞങ്ങൾ വളരാതെ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കും. അതിനാൽ എപ്പോഴും വസ്ത്രങ്ങൾ ധരിക്കാത്ത 5 വയസ്സുള്ള ബാലന്മാരായിട്ടാണ് അവർ സദാ കഴിഞ്ഞത്. ഇതിൽ ദേഷ്യമെന്ന ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്നും രുദ്രന്മാർ ജനിച്ചു. അതിൽ ഒരാളാണ് ശിവൻ. അങ്ങനെ പരോക്ഷമായി ബ്രഹ്മാവും ശിവനും ഒക്കെ കൃഷ്ണനിൽ നിന്നാണ് ഉണ്ടായത്. ഇവർ തുടർച്ചയായി കൃഷ്ണന് നമസ്കാരം അർപ്പിക്കുമ്പോൾ ബാക്കിയുള്ള ദേവന്മാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ശിവൻ പാർവതിയോട് പറഞ്ഞു ഒരിക്കൽ, ആരാധനാം സർവേഷാം വിഷ്ണു ആരാധനം പരം. ഏറ്റവും ഉത്തമ ശ്രേഷ്ഠമായ ആരാധന വിഷ്ണു ആരാധനയാണ്. കൃഷ്ണനെ ആരാധിക്കുക എന്നതാണ് എല്ലാവരുടെയും ആരാധന രീതി. ഭഗവാൻ കൃഷ്ണൻ എല്ലാവരുടെയും ഉണ്ട്. കരുണരൂപത്തിൽ നമ്മുടെ മുമ്പിൽ അർച്ചവിഗ്രഹമായും വരുന്നുണ്ട്. ഭക്തന്മാർക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. കൃഷ്ണൻ വളരെ ദയാലുവും മഹാമനസ്കനുമാണ്. നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവായി വസിക്കുന്നു, വിഗ്രഹത്തിലും വസിക്കുന്നു. ഇതെല്ലാം നമ്മളെ തിരിച്ച് ഭഗവത്ധാമത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ശ്ലോകം 38. ത്വമാദിദേവ പുരുഷ പുരാണ സ്വത്രസ്യ വിശ്വസ്യ പരം നിധാനം വേതാസി വേദ്യം ച പരം ച ധാമ
ത്വയാതരം വിശ്വമനന്തരൂപ. തർജ്ജമ: ആദിദേവനും പുരാണപുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങു തന്നെ. അറിയേണ്ടവനും അറിയുന്നവനും അങ്ങു തന്നെ ആകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യപ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാറ്റിന്റെയും വിഷമസ്ഥാനം കൃഷ്ണനാണ്. എല്ലാവരെയും പരിപാലിച്ചു പോകുന്നതും കൃഷ്ണൻ തന്നെയാണ്. എപ്പോഴും നല്ല യൗവനത്തോടുള്ള രൂപത്തോടെ കൃഷ്ണനെ കാണാൻ കഴിയും. ഭഗവാന് നിത്യ യൗവനമാണ്. കൃഷ്ണന്റെ ശരീരത്തിൽ നിന്നും വരുന്ന മനോഹരമായ പ്രകാശമാണ് ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മത്തിന്റെ ഉറവിടവും കൃഷ്ണനാണ്. കൃഷ്ണൻ ത്രികാലദർശിയാണ്. ഭൂതം, വർത്തമാനം, ഭാവി എല്ലാം അറിയുന്നു കൃഷ്ണൻ. എല്ലാറ്റിലും സന്നിധനായതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയുന്നു. നമുക്ക് അറിയാനുള്ളത് ഈ കൃഷ്ണനെയാണ്. അറിയേണ്ടതും കൃഷ്ണനെയാണ്. കാരണം കൃഷ്ണനെ അറിയുക എന്നാൽ നാം ജന്മ, മൃത്യു, ജര, വ്യാധികളിൽ നിന്നും മുക്തരാകുന്നു. കൃഷ്ണനെ മനസ്സിലാക്കണം. ഭഗവത്ഗീതയിലൂടെ നമുക്ക് അതിന് സാധിക്കും. പിന്നെ നാമം ജപിക്കണം. ജപിച്ചില്ലെങ്കിൽ നമ്മൾ മായയിൽ തന്നെ ഇരിക്കും. മായാമുക്തരാകാൻ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം നിത്യം ജപിക്കണം. എന്ന് മാത്രം നിത്യം ജപിക്കണം. അപ്പോ ആത്മീയ ലോകം പാലിച്ചു വരുന്നത് കൃഷ്ണനാണ്. നമ്മളും ആത്മീയമാണ്. ഈ ലോകം കൃഷ്ണന്റെ ഭൗതിക ലോകമാണ്. നമ്മൾ ആത്മാവായതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല. മീനും വെള്ളത്തിന്റെ ഒരു ഉദാഹരണം ഇവിടെ പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മീനിന് എപ്പോഴും ജലത്തിലാണ് കംഫർട്ടബിൾ സോൺ. അതിനെ എടുത്ത് കരയിലേക്ക് ഇട്ട ശ്വാസം മുട്ടിയത് ഇസ് നോട്ട്, മരിച്ചു പോകും. അതുപോലെ നമ്മൾ ഇവിടെ കഷ്ടപ്പെടുന്ന ഈ മരണത്തുല്യം മത്സ്യത്തിനെ മാരിയാണ്. പലതരം നാനാവിധ കഷ്ടങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് സന്തോഷം വേണമെങ്കിൽ നമ്മൾ സ്പിരിച്വൽ ലോകത്തിലേക്ക് തിരിച്ചു പോകണം. വെള്ളം മീനിന് ജലത്തിൽ തിരിച്ചു പോയാൽ ജീവൻ കിട്ടുന്ന പോലെ നമ്മൾ കരയിൽ നമ്മൾ നിൽക്കുന്ന ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ആനന്ദമില്ലാത്ത കാരണം നമ്മൾ തിരിച്ചു പോകുമ്പോഴേ നമുക്ക് ആ സന്തോഷം വരും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭക്തിയുത സേവന ഹരിനാമ മന്ത്രം ദിവസം ജപിക്കുക, ഭഗവത്ഗീത പഠിച്ച് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. 39-ാം ശ്ലോകം. വായുര്യമാഗ്നിവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പരിപ്രപിതാമഹശ്ച നമോ നമസ്തേ സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായുവും പരമനിയന്താവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനും അങ്ങ് തന്നെ. 1000 തവണയും അതിലേറെയും പ്രണാമങ്ങൾ ഞാൻ അങ്ങയ്ക്ക് അർപ്പിച്ചുകൊള്ളുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ആദിമമായ യഥാർത്ഥ ഗുരു. നമ്മുടെ ആശ്രയം കൃഷ്ണനാണ്. ആദ്യമായ ആശ്രയം. ഭഗവാന്റെ മഹിമകൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത അർജുനൻ 1000 പ്രാവശ്യം നമസ്കരിക്കുന്നു. നമ്മളെ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ ചെയ്യും. ഭഗവാനുള്ള ആദരവ് മനസ്സിൽ തുള്ളിച്ചാടും. ഭഗവാനെ മനസ്സിലാകുമ്പോൾ നമ്മൾക്കിത് സംഭവിക്കും. നന്ദിയോട് വേണം ഭഗവാനെ നമസ്കരിക്കാൻ. എന്തിനാണ് അർജുൻ ആവർത്തിച്ചാവർത്തി കൃഷ്ണനെ നമസ്കരിക്കുന്നത്? എല്ലാ ദിക്കുകളിലും അർജുൻ നമസ്കരിക്കുന്നു. കാരണം കൃഷ്ണൻ ഒരു മഹാസിന്ധുവാണ്. നമുക്കും ഒരിക്കലും ഭഗവാൻ ആവാൻ പറ്റില്ല. കാരണം നമ്മൾ വെറും ഒരു അംശം മാത്രമാണ്. ഭഗവാന്റെ സ്വന്തമാണ് നമ്മൾ. പക്ഷെ ഭഗവാൻ ആകാൻ പറ്റില്ല. ഭഗവാനെ കുറിച്ച് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ മാത്രമേ ഈ കാര്യം മനസ്സിലാവൂ. ഭഗവാനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ നിസ്സാരത്വം, നമ്മുടെ ലഘുത്വം, ചെറുപ്പം എല്ലാം മനസ്സിലാവും. നമ്മൾ എത്രമാത്രം താണ നിലയിലാണ് ഉള്ളത്. എന്നാലും ഭഗവാൻ നമുക്ക് എല്ലാം ഒരുക്കി തരുന്നു. ജപം, ഗീതാ പഠനം എന്നീ പ്രവൃത്തികളിലൂടെ കൃഷ്ണനിലേക്ക് നമ്മുടെ ശ്രദ്ധ വരുമ്പോൾ കൃഷ്ണൻ നമുക്കൊരു ഗുരുവിനെ ഏൽപ്പിച്ചു തരുന്നു. ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. ആയതിനാൽ ശ്രവണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവാന്റെ മഹിമകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അർജുന കൃഷ്ണനെ എത്ര നമസ്കരിച്ചാലും മതി വരാത്തത്. ഭഗവാൻ അളവറ്റ ശക്തികളുണ്ട്. അതൊക്കെ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകാം. ശ്ലോകം 42. യച്ഛാവഹാസർത്ത 41-42 ശ്ലോകം. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദ പ്രണയേന വാപി യച്ഛാവഹാസാർത്ത മസ്തൃതോസി വ്യകാരശയ്യാസന ഭോജനേഷു ഏകോഗവാപ്യപൂ അച്യുത തൽസമക്ഷം
തതർശമയേ ത്വമഹമപ്രമേയം. അങ്ങയുടെ മഹത്വം എന്തെന്നറിയാതെ സുഹൃത്തെന്ന് മാത്രം കരുതി ഏ കൃഷ്ണ, ഏ യാദവ, ചങ്ങാതി എന്നല്ല ഞാൻ അങ്ങയെ സ്നേഹത്തിലോ സംഭ്രാന്തിയിലോ വിളിച്ചു പോന്നു. നാം തനിച്ചായിരിക്കുമ്പോഴും മറ്റുള്ളവർക്കിടയിൽ അയക്കുമ്പോഴും വിനോദിക്കുകയും ഇരിക്കുകയും ഒരേ കിടക്കയിൽ കിടക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിലും പലപ്പോഴും അങ്ങയെ വേണ്ടത്ര മാനിക്കാതെ അപഹസിച്ചിട്ടുണ്ട്. അച്യുതാ, അങ്ങനെ പറ്റിപ്പോയ പിഴകൾക്കെല്ലാം അങ്ങയോട് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണന്റെ വിശ്വരൂപം കണ്ടപ്പോൾ അർജുനന് മനസ്സിലായി കൃഷ്ണൻ എല്ലാവരുടെയും യജമാനാണ്, ഞാൻ ദാസനുമെന്ന്. ഓ കൃഷ്ണ, എന്റെ സുഹൃത്താണെന്ന് കരുതി ഞാൻ അങ്ങയെ ബഹുമാനിക്കാതെ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം എന്റെ വിവരക്കേട് കൊണ്ടാണ്. കളി തമാശകൾ പറഞ്ഞ് ഞാൻ അങ്ങയുടെ കൂടി കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒപ്പം ഇരിക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങയെ ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട്. അർജുനൻ കൃഷ്ണന്റെ സുഹൃത്താണ്. ആ സാഖ്യരസത്തിലാണ് അർജുനൻ കൃഷ്ണനോട് വളരെ അടുത്ത് പെരുമാറിയത്. പക്ഷെ ഇപ്പോൾ കൃഷ്ണന്റെ മഹത്വം വിശ്വരൂപത്തിൽ കൂടി മനസ്സിലാക്കിയപ്പോൾ അർജുനൻ കൃഷ്ണനോട് മാപ്പ് യാചിക്കുന്നു. ദൈവീത എനിക്ക് മാപ്പ് തരൂ എന്ന് കൃഷ്ണനോട് പറഞ്ഞ് നമസ്കരിക്കുന്നു. നമ്മൾ എങ്ങനെ കൃഷ്ണനെ സമീപിക്കുന്നുവോ അതുപോലെ കൃഷ്ണൻ നമ്മളോട് പ്രതികരിക്കും. ഏതാം നാം പ്രപഞ്ചന്തി താം സദേവ ഭജാമ്യഹം. സൗഹൃദത്തിൽ സമീപിച്ചാൽ അങ്ങനെ തന്നെ ഭഗവാനും മാറും. ദാസഭാവത്തിൽ ആഗ്രഹിച്ചാൽ ഭഗവാൻ യജമാനായും മാറും. അത് കൃഷ്ണന്റെ മഹത്വമാണ്. വാത്സല്യഭാവത്തിൽ സ്നേഹിച്ചാൽ ഭഗവാൻ ബാലനായി മാറും. മാധുര്യ രസത്തിൽ സ്നേഹിച്ചാൽ കാമുകനും ഭർത്താവും ഒക്കെയായി ഭഗവാൻ മാറും. സാഖ്യഭാവത്തിൽ കൃഷ്ണനോട് ബഹുമാനം കുറഞ്ഞ് സംസാരിച്ചതിന് അർജുനൻ ഖേദപൂർവ്വം മാപ്പ് പറയുകയാണ്. കൃഷ്ണൻ വളരെ കരുണയുടനാകയാൽ തന്നോട് ക്ഷമിക്കുമെന്ന് അർജുനന് ഉറപ്പുണ്ട്. കൃഷ്ണനോട് ഇങ്ങനെ പല രസങ്ങളിലും അടുത്ത് പെരുമാറുന്ന ഭക്തർ കൃഷ്ണന്റെ മഹിമകളൊന്നും അറിയുന്നില്ല, കാണാറില്ല. അവർക്ക് കൃഷ്ണനെ സ്നേഹിക്കാനേ അറിയൂ. കൃഷ്ണൻ അവരോടും അങ്ങനെ തന്നെ. ഇപ്പോൾ ഭഗവത്ഗീത എന്തുകൊണ്ടാണ് കൃഷ്ണത്തിൽ പറഞ്ഞു തന്നില്ല എന്ന് നമുക്ക് ആലോചിക്കുമ്പോ ഇത് തരുവാൻ കുരുക്ഷേത്രത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് ആലോചിക്കാം. നമുക്കും കൃഷ്ണനോട് ഇത്തരം രസങ്ങളിൽ ബന്ധപ്പെടാം. പക്ഷെ ഇപ്പോൾ നാം നമ്മുടെ പലവിധ കാമവികാരങ്ങൾ കൊണ്ട് കൃഷ്ണനെ മൂടിയിരിക്കുകയാണ്. ഈ മറ എങ്ങനെ മാറും? ദിവസേന ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുമ്പോൾ, ജപിക്കുമ്പോൾ ഈ മറ മാറിക്കിട്ടും. ശ്ലോകം 43. വിധാതലോകസ്യ ചരസ്യ ത്വമേസ പൂജ്യസ്യ ഗുരുർഗരീയാൻ നാത്വത്സമോ തവ്യധികം കുതോന്യോ ലോകത്രയേ പ്രതിമ പ്രഭാവ. ചരാചരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സർഗത്തിന്റെ പിതാവാണ് അങ്ങ്. ആ പ്രപഞ്ചത്തിന്റെ ആരാധ്യ പ്രമുഖനായ പരമോന്നത ആധ്യാത്മിക ഗുരുവും അങ്ങ് തന്നെ. അങ്ങയ്ക്ക് സമനായോ സമാനമാവാൻ കഴിവുള്ളവരായോ മറ്റാരുമില്ല. അങ്ങനെയാണെങ്കിൽ ഹേ അതുല്യ പ്രഭാവനെ, 3 ലോകങ്ങളിലും അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാണുള്ളത്? അർജുനൻ നല്ല ഭയഭക്തിയും ബഹുമാനത്തോടെ തുടർന്നും പ്രാർത്ഥനകൾ ചൊല്ലുന്നു. അങ്ങാണ് എല്ലാവരുടെയും പിതാവ്, ഏറ്റവും പൂജനീയനും അങ്ങാണ്. ആരും തന്നെ അങ്ങേക്ക് തുല്യവും സമമായിട്ടുമില്ല. അങ്ങയേക്കാൾ മഹാനായും ആരുമില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണിത്. നമ്മളിത് മനസ്സിലാക്കണം. സ്വമേധേവ നമ്മൾ കൃഷ്ണനെ പൂജിച്ചു പോകും. ഇതെല്ലാം അറിയുമ്പോൾ നമ്മൾ ജപിക്കാനും തുടങ്ങും. ഭഗവാൻ കൃഷ്ണൻ മേധാവിയാണ്. ആദ്യ ഗുരു ഭഗവാനാണ്. ബ്രഹ്മാവിന് ജ്ഞാനം പറഞ്ഞു കൊടുത്തതും ഭഗവാനാണ്. എല്ലാവരും ദേവന്മാരും കൃഷ്ണന്റെ സേവകരാണ്. ആർക്കും കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ളവർ മാത്രമാണ് സ്വതന്ത്രരായി കഴിയുന്നത്. കൃഷ്ണനോട് വഴങ്ങാതെ കൃഷ്ണനെ യജമാനായി സ്വീകരിക്കാത്ത കാലത്തോളം നമുക്കിവിടെ ജന്മമൃത്യു ജരാവ്യാധികളുടെ അടിമപ്പെട്ട് കഴിയേണ്ടി വരും. എപ്പോൾ തിരിച്ചറിവ് വരുന്നോ കൃഷ്ണന്റെ വെറും ദാസന്മാരാണ് നമ്മൾ എന്ന്, അപ്പോൾ ഈ ജന്മം മൃത്യു ജരാവ്യാധിയുടെ ചക്രം നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ഇത് സാധിക്കുന്നത് എങ്ങനെയാണ്? ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ മാറ്റാനായി നമ്മൾ നിത്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ഹൃദയം ശുദ്ധീകരിച്ച് നമുക്ക് ഭഗവാന്റെ ഭക്തരാകാൻ പറ്റും. 44.
തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വമ അമീശമിദ്യമീഡ്യം വിദേവപുത്രസ്യ സഖേവ സഖ്യ പ്രിയ 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 പ്രിയായാർത്തസീ ദേവസ്തോട്യം തോടും. സകല ജീവജാലങ്ങൾക്കും ആരാധനായ ഭഗവാനെ, അങ്ങേ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പ്രസാദിക്കണമേ. മകന്റെ ധിക്കാരത്തെ അച്ഛൻ എന്ന പോലെ, സുഹൃത്തിന്റെ അവിവേകത്തെ എന്ന പോലെ, ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെ ഞാൻ അങ്ങയോട് ചെയ്തിരിക്കുന്ന പിഴകൾ അങ്ങ് ക്ഷമിക്കണമേ. അർജുനന്റെ തുടർന്നുള്ള പ്രാർത്ഥനയിലൂടെയും നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ അവസരം ലഭിക്കുകയാണ്. ശ്രദ്ധയോടും വിനയത്തോടും കൂടി കേൾക്കുമ്പോൾ ഭഗവാന്റെ മഹിമകൾ അറിയുന്നു. അർജുനൻ പറഞ്ഞു, എല്ലാവർക്കും പൂജനീയ പുരുഷോത്തമനായ ഭഗവാൻ കൃഷ്ണൻ തന്നെയെന്ന്. ശ്ലോകം 45. അദൃഷ്ടപൂർവം ഋഷിതോസ്മി ദൃഷ്ട ഭയേന ച പ്രവ്യതിതം മനോമേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. മുമ്പ് കാണാത്ത ഈ വിശ്വരൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അതേ സമയത്ത് തന്നെ എന്റെ മനസ്സ് ഭയാകുലവുമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് ആശ്രയമായ ദേവദേവ, വീണ്ടും മുമ്പുണ്ടായിരുന്ന രൂപം തന്നെ സ്വീകരിക്കുവാൻ കനിവുണ്ടാകണമേ. അർജുനൻ ഇവിടെ കൃഷ്ണൻ തന്നെ ദയവീത് മാപ്പാക്കണം, ക്ഷമിക്കണം എന്ന് പറയുന്നു. അതിനുശേഷം കൃഷ്ണനോട് അപേക്ഷിക്കുന്നു, ഈ വിരാട് രൂപം മാറ്റിയത് ദ്വിജ രൂപത്തിൽ ഭഗവാൻ ദർശനം തരുവാൻ. നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് ഒരു വലിയ സമ്മാനമാണ് ഈ ഭക്തിയുക്ത സേവനം. നമ്മുടെ ഭക്തിയുടെ സേവനം അതിനെ നാം ഉപേക്ഷിക്കുമ്പോൾ, ഭഗവാൻ തന്നിട്ടുള്ള ഈ ഗിഫ്റ്റ് അതിനെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ മുറിവേൽക്കുന്നത് കൃഷ്ണനാണ്. എന്നാലും കൃഷ്ണൻ എല്ലാ ജന്മത്തിലും ഭക്തി സേവനത്തിന് നമുക്ക് അവസരം തരുന്നു. അങ്ങയുടെ ആനന്ദകരമായ ദ്വിജപൂജ കൃഷ്ണരൂപത്തിൽ തിരിച്ചു വരണമേ. തന്റെ സുഹൃത്തിന്റെ വിശ്വരൂപം കണ്ട് അർജുൻ സന്തോഷിച്ചുവെങ്കിലും ആ രൂപം അർജുനെ ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനാലാണ് ഭയപ്പെടുന്നത്. തന്റെ സുഹൃത്തിന്റെ പഴയ രൂപമാണ് അർജുൻ ഇപ്പോൾ കാണേണ്ടത്. ഭഗവാൻ വിശ്വരൂപത്തിൽ നിന്ന് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ അപേക്ഷിക്കുകയാണ് അർജുനൻ. ഇതിൽ നിന്നും മനസ്സിലാക്കാം, എല്ലാ വിഷ്ണു രൂപങ്ങളും കൃഷ്ണനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 46 ശ്ലോകം. കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തദേവ തേനേവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഹേ സഹസ്രബാഹുവായ വിശ്വരൂപ, 4 കൈകളും ശിരസിൽ കിരീടവും കൈകളിൽ ശംഖ് ചക്ര ഗദാ പത്മങ്ങളുമുള്ള അങ്ങയുടെ ആ രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ. അത് കാണിച്ചു തരണമേ ഭഗവാൻ. നമ്മുടെ ഭഗവാന്റെ ശംഖചക്ര ഗദ പുഷ്പരൂപം കാണണമെന്നാണ് അർജുൻ ഇവിടെ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. അതൊരു വൈകുണ്ഠ രൂപമാണ്. നമുക്കും ഇതുപോലെ അർജുൻ ആഗ്രഹിക്കുന്ന പോലെ ഭഗവാനെ ദർശിക്കാനുള്ള ഒരു ലോങ്ങിങ്, ഒരു അമിതമായ ഗ്രീഡ് നമുക്ക് വേണം. നമുക്ക് മനസ്സിൽ ഭഗവാനെ കാണാൻ. കൃഷ്ണന്റെ അവതാരങ്ങൾ എണ്ണമറ്റതാണ്. സമുദ്രത്തിലെ തിരകളെ പോലെ എല്ലാം എണ്ണമറ്റതാണ്. വിശ്വരൂപം കൃഷ്ണന്റെ ഗ്രേറ്റ്നെസ് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചു തന്നാണ്. കൃഷ്ണന്റെ മഹത്വം അതിലൂടെ നമുക്ക് മനസ്സിലായി. ആ രൂപം ശാശ്വതമല്ല, അത് വൈകുണ്ഠ ലോകത്തിലില്ല. അർജുനൻ അതുകൊണ്ടാണ് ഭഗവാനെ വൈകുണ്ഠ രൂപത്തിൽ കാണുവാൻ വെമ്പൽ കൊള്ളുന്നത്. കൃഷ്ണൻ സ്വയം ഭഗവാൻ ആണ്. ബാക്കി അവതാരങ്ങളെല്ലാം കൃഷ്ണനിൽ നിന്നും വരുന്നതാണ്. കൃഷ്ണനാണ് എല്ലാറ്റിന്റെയും സോഴ്സ്, ഉറവിടം. എല്ലാ അവതാരങ്ങളുടെയും സോഴ്സ് കൃഷ്ണൻ തന്നെയാണ്. അദ്വൈതം, അച്യുതം, അനാദ്യം, അനന്ത രൂപം. കൃഷ്ണന്റെ രൂപങ്ങൾ അങ്ങനെയാണ്. വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ എന്ന് ബ്രഹ്മാവ് പറയുന്നുണ്ട്. ഭഗവാന്റെ മനോഹരമായ രൂപത്തെ ചിന്തിക്കുന്നതും ദർശിക്കുന്നതും എല്ലാം നമ്മുടെ ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളും നീക്കപ്പെടുന്നു. അത് കാരണം നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ് ഹൃദയ ശുദ്ധീകരണം. അവിടെ പോയി വിനയത്തോടു കൂടി നമസ്കരിക്കുമ്പോൾ കൃഷ്ണ അതിനേക്കാൾ മാറ്റിത്തരാൻ. നമ്മൾ ചെയ്ത എല്ലാ വിഡിത്തരങ്ങളും നമ്മുടെ മനസ്സിൽ ഇംപ്രഷൻ മുദ്രകളായിട്ട് ഉണ്ട്, അവിടെ കിടപ്പുണ്ട്. അതിനെ മാറ്റാൻ കൃഷ്ണാവബോധം കൊണ്ടേ പറ്റൂ. കൃഷ്ണാവബോധമായ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ജപം, ഗീതാ പഠനം എല്ലാം
അങ്ങനെ എല്ലാം ആ പഴയ ഇംപ്രഷനെ മാറ്റി കൃഷ്ണ സംബന്ധമായ കാര്യങ്ങൾ ഉള്ള ഇംപ്രഷൻ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. ആ നമ്മൾ ചെയ്ത വിഡ്ഢിത്തരങ്ങള് നമുക്കതിന് ഉത്തരം പറയേണ്ടി വരും ഭഗവാനോട്. നമ്മൾ ചെയ്ത മിസ്റ്റേക്സും ഒക്കെ ഉണ്ട്, സിൻസും കൂടി ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മാറ്റി കിട്ടാൻ അതിന് പഴയ ഇംപ്രഷൻസ് മാറ്റി പുതിയ ഇംപ്രഷൻസ് ഈ കൃഷ്ണാവബോധ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പഴയതിനെ തള്ളിക്കളഞ്ഞ് ഇത് നമുക്ക് അവിടെ ഇരിക്കും. കൃഷ്ണാവബോധ ഇംപ്രഷൻസ്, പഴയ ദൃശ്യങ്ങൾ മരണം വരെ അല്ലെങ്കിൽ മരണസമയത്ത് അവ പ്രത്യക്ഷപ്പെടും. അതിനാൽ നമ്മൾ എപ്പോഴും നാമം ജപിക്കുകയും കൃഷ്ണാവബോധത്തോടുകൂടി ഇരിക്കുകയും വേണം. ശ്ലോകം 47. ശ്രീ ഭഗവാൻ ഉവാച മായാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദനേന ന ദൃഷ്ടപൂർവം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, നിന്നിൽ സന്തുഷ്ടനായ ഞാൻ അന്തരംഗ ശക്തിയാൽ ഭൗതികപ്രപഞ്ചത്തിൽ അന്തർഹിതമായ എന്റെ ഈ വിശ്വരൂപം കാട്ടിത്തന്നു. ആദ്യമവും അവസാനവും ഇല്ലാത്തതും തേജോമയവുമായ ഇത് നീ ഒഴികെ ആരും മുമ്പ് കണ്ടിട്ടില്ല. ഇത് ഭഗവാൻ ഇനി ഭഗവാനാണ് ഇതുവരെ അർജുനാണ് സംസാരിച്ചത്. കൃഷ്ണനെ പുകഴ്ത്തുകയും കൃഷ്ണന്റെ മഹത്വം മനസ്സിലാക്കുകയും കൃഷ്ണനെ മാപ്പ് പറയുകയൊക്കെ നടന്നു കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഭഗവാൻ സംസാരിക്കുന്നു. അർജുനൻ ആവശ്യപ്രകാരമാണ് കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. ഭഗവാൻ എല്ലാറ്റിലും എങ്ങനെ സർവ്വവ്യാപിയെ നിലകൊള്ളുന്നു എന്ന് കാണണമെന്ന് അർജുനന്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു വിശ്വരൂപം ത്തിലൂടെ കാണിച്ചു കൊടുത്തത്. പക്ഷെ ഇപ്പോൾ ഈ രൂപം നിർത്തി കൃഷ്ണന്റെ ആദ്യ രൂപം കാണാൻ അർജുനൻ അപേക്ഷിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, വിശ്വരൂപം താൻ ആർക്കും കാണിച്ചിട്ടില്ലെന്നും അർജുനൻ മാത്രമാണ് ആദ്യമായിട്ട് ഇത് കാണിച്ചു തരുന്നത് എന്നും അർജുനന് വിശ്വരൂപം കാണാൻ കാഴ്ച കൊടുത്ത സമയം എല്ലാ ദേവന്മാർക്കും ഭഗവാൻ ഈ ഭാഗ്യം നൽകി. അതെന്തിനായിരുന്നു? അത് അവരെ ഈ ദൃശ്യത്തിന്റെ സാക്ഷികളാക്കാനായിരുന്നു. ഭാവിയിൽ വല്ലവരും അർജുനൻ വെറുതെ പറഞ്ഞതാണ് വിശ്വരൂപം കണ്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഈ ദേവന്മാരെല്ലാം അവരുടെ ദൂതനായിട്ട് ചെന്നപ്പോൾ ദുര്യോധനൻ കൃഷ്ണനെ ബന്ധിക്കാൻ ശ്രമിച്ചു. ഭഗവാനെ ആർക്കാണ് ബന്ധിക്കാൻ സാധിക്കുക? ആ സൗഭാഗ്യം മാത്രമാണ് കൃഷ്ണൻ. ദുര്യോധനൻ എപ്പോൾ ബന്ധിക്കാൻ കൃഷ്ണന്റെ അടുത്ത് ചെന്നോ കൃഷ്ണൻ കാണിച്ചു. അർജുനൻ കാണിച്ചു കൊടുത്ത അത്രത്തോളം അത്ഭുതകരമായിരുന്നില്ല. ഇതിവിടെ പറയുന്നുണ്ട്. ന വേദയജ്ഞാദ്യനേർനദാനേ ന ചക്രിയാർഭിർന കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ഭൗതിക ലോകത്തിൽ ആർക്കും എന്റെ ഈ രൂപം ദൃശ്യമാവില്ല. അപ്പോ ആർക്കാണ് വിശ്വരൂപം കാണാൻ കഴിയുക? നമ്മുടെ ശ്രമങ്ങൾ കൊണ്ട് പറ്റുമോ? ഇല്ല. വിശ്വരൂപം വേദങ്ങൾ പഠിച്ചതുകൊണ്ടോ ദാനം ചെയ്തതുകൊണ്ടോ പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ തപസ് അനുഷ്ഠിച്ചതുകൊണ്ടോ കാണാൻ പറ്റുന്നില്ല. എന്റെ ഈ വിശ്വരൂപം കൃഷ്ണനാണ് പറയുന്നത്, മറ്റാരും അത് കണ്ടിട്ടില്ല. ഇത് ഒരു അപൂർവമായ കാഴ്ചയാണ്. പിന്നെ നീ എന്തിനാണ് എന്റെ സാധാരണ രൂപം കാണുവാൻ ആഗ്രഹിക്കുന്നത്? നീ ഭാഗ്യവാനാണ്. എന്റെ വിശ്വരൂപം കാണുവാൻ ദിവ്യമുള്ളവനെ മാത്രമേ കാണാൻ പറ്റൂ. ആരാണ് ദിവ്യ നേത്രമുള്ളവർ? വിഷ്ണു, കൃഷ്ണ കൃഷ്ണനെ ഭഗവാനായി ആ രൂപത്തിൽ ബന്ധപ്പെടാൻ പറ്റില്ല. അതിനാൽ അവർ സാധാരണ കൃഷ്ണരൂപത്തെ ആഗ്രഹിക്കുന്നു. ശ്ലോകം 41. മാതേരതാമാച്ച വിമൂഢ്യഭാവോ ദൃഷ്ടാരൂപം ഘോരമിത്യം മമേദം വ്യപേതബീവി പ്രീതമനാ പുനസ്തം തദേവ മേ രൂപമിദം പ്രപശ്യ. എന്റെ ഈ ബീഭത്സരൂപം സ്നേഹിക്കുന്നവർക്ക് തന്നെ കൊടുക്കുവാൻ തയ്യാറാണ്.
അങ്ങനെ അർജുനൻ ആവശ്യപ്പെട്ട സാധാരണ ദ്വിജരൂപത്തിലേക്ക് മാറി. ഭക്തന്മാർക്ക് കൃഷ്ണനെ അത്രയ്ക്ക് സ്നേഹം ആയതുകൊണ്ട് കൃഷ്ണനും തയ്യാറാണ് അവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ. അർജുനന് വേണ്ടി എന്തെല്ലാം കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. കുരുക്ഷേത്രത്തിൽ യുദ്ധസമയത്ത് കൃഷ്ണൻ അർജുനന്റെ സാരഥിയായി അർജുനന്റെ എല്ലാ ആജ്ഞകളും അനുസരിച്ചു യുദ്ധക്കളത്തില്. അതുപോലെ കൃഷ്ണൻ അർജുനനെ സംരക്ഷിച്ചു. എല്ലാ ആപത്തുകളിൽ നിന്നും അർജുനനെ സംരക്ഷിച്ചു. അർജുനന്റെ മുഖത്തൊരു വെറുപ്പ് കൂടി വരാതെ ഭഗവാൻ ശ്രദ്ധിച്ചു. യുദ്ധത്തിൽ അർജുനന് ഒരു പരിക്കുമേറ്റില്ല. എല്ലാം കൃഷ്ണന്റെ സംരക്ഷണമായിരുന്നു. അതാണ് കൃഷ്ണൻ തന്റെ ഭക്തനോടുള്ള സ്നേഹം. നമുക്ക് നല്ല ഭക്തരാകാൻ എപ്പോഴും ശ്രമിക്കണം. ഭഗവാന് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നടക്കാതെ ഭഗവാനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നടക്കാതെ ഭഗവാനെ സേവിക്കാൻ നോക്കണം. എങ്കിൽ നമ്മൾ പറയാതെ തന്നെ ഭഗവാൻ നമുക്ക് എല്ലാം ചെയ്തു തരും. അതാണ് അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചതുർഭുജ കൃഷ്ണനെ കാണണം എന്ന് പറയുന്നു അർജുനൻ. അത് കാണിച്ചു. ശേഷം ദ്വിജഭുജ കൃഷ്ണനായിട്ടും രൂപത്തിൽ ഭഗവാൻ മാറി. യുദ്ധത്തിൽ അർജുനനെ കൊല്ലേണ്ടതായി ഒന്നുമില്ലായിരുന്നു വാസ്തവത്തിൽ. എപ്പോൾ ദ്രൗപദിയെ അവമാനിച്ചുവോ അപ്പോൾ തന്നെ കൃഷ്ണൻ അവരുടെ എല്ലാവരെയും വധിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ കൃഷ്ണൻ അർജുനന് അംഗീകാരം നൽകാൻ വേണ്ടി മാത്രം വിട്ടുകൊടുത്തതാണ് യുദ്ധം. ശ്ലോകം 50. സഞ്ജയ ഉവാച ഇത്യർജുനം ഭൂയാഃ അശ്വാസ്തയാമാസ ച ഭീതമേനം ഭൂത പുനഃ സൗമ്യ വപുർമഹാത്മാ. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു. ഇങ്ങനെ അർജുനനോട് പറഞ്ഞിട്ട് പരമദ്യൂതത്വ പുരുഷനായ കൃഷ്ണൻ തന്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു. പിന്നീട് ഭീതനായ അർജുനന് ധൈര്യം വരുത്തുവാനായി ഇരു കൈകളോട് കൂടിയ തന്റെ സാധാരണ രൂപം കൈകൊള്ളുകയും ചെയ്തു. അപ്പൊ കൃഷ്ണൻ ഇപ്പോ അർജുനന് വേണ്ടി ദ്വിജഭുജ കൃഷ്ണനായിട്ട് സന്നിധനായി. അർജുനനെ കാണണമെന്ന് കൃഷ്ണന്റെ മനോഹരമായ രൂപം കൊണ്ടുള്ള കൃഷ്ണരൂപം കാണാൻ സാധിച്ചു. അതിനു മുമ്പായി ചതുർഭുജ രൂപമായി കാണിച്ചു കൊടുത്തിരുന്നു. അർജുനന് ശാന്തിയും സമാധാനം നൽകുവാനായിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. ഇതെല്ലാം സഞ്ജയനാണ് അറിയിക്കുന്നത്. അർജുനൻ കൃഷ്ണന്റെ മനോഹര രൂപം ആസ്വദിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുകയായിരുന്നു. കൃഷ്ണൻ ജനിച്ചപ്പോഴും ദേവകിയുടെ മുമ്പിൽ ചതുർഭുജനായിട്ട് ജനിച്ചു വന്നത്. പിന്നീട് ദേവകിയുടെയും വസുദേവരുടെയും ആവശ്യപ്രകാരമാണ് ദ്വിജഭുജ കൃഷ്ണൻ രൂപമെടുത്തത്. അർജുനന് സന്തോഷമായി. എങ്ങനെ സന്തോഷപ്പെടാതിരിക്കും? തന്റെ സുഹൃത്ത് ആർക്കെങ്കിലും ഇങ്ങനെ ഭാഗ്യം ലഭിക്കുമോ? കൃഷ്ണൻ ഭഗവാൻ പ്രേമത്തിന്റെ മഷി എഴുതിയ ഭക്തർക്ക് കണ്ണിൽ പ്രേമത്തിന്റെ മഷി എഴുതിയ ഭക്തന്മാർക്ക് മാത്രമേ ഈ രൂപം ദർശിക്കാൻ കഴിയൂ. എങ്ങനെ ഈ അവസ്ഥയിലേക്ക് വരും? നിരന്തരം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി മനസ്സിൽ കൃഷ്ണനെ ക്ഷണിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ജപിക്കുമ്പോൾ നമുക്ക് ആ പദവിയിലേക്ക് വരാം. ശ്ലോകം 51. അർജുന വാച ദൃഷ്ടേതം മനുഷ്യം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇതാനിമസ്മി സംവൃത്ത സചേത പ്രകൃതിം ഗതഃ. കൃഷ്ണനെ ഇങ്ങനെ സ്വന്തം രൂപത്തിൽ കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ജനാർദ്ദന, അങ്ങയുടെ അത്യന്ത സുന്ദരമായ ഈ മനുഷികാകാരം ഇപ്പോൾ മുൻമല്ലായി എന്റെ ശാന്തം. മകന്ന് പഴയ ശാന്തനാകുന്നു. ഭഗവത്ഗീതയിലെ ഈ അധ്യായം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാം, കൃഷ്ണൻ തന്നെയാണ് പരമോത്തമ ദിവ്യപുരുഷൻ. അല്ലാതെ ആർക്കാണ് വിശ്വരൂപം കാണിക്കാൻ കഴിയുക? പിന്നീട് അവിടുന്ന് ചതുർഭുജനായിട്ടും പിന്നീട് ദ്വിജഭുജ കൃഷ്ണനായിട്ടും ആകാൻ ആർക്കാണ് കഴിയുക? കൃഷ്ണൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല. ബ്രഹ്മനല്ല കൃഷ്ണൻ. കൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പ്രകാശം. നമ്മുടെ എല്ലാ ക്ലേശങ്ങളും ഒരു അവസാനമാകും നമ്മൾക്ക് കൃഷ്ണനെ പ്രാപിക്കുമ്പോൾ. അതിന് നമ്മുടെ നാമജപം വളരെ തീവ്രമാക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, കൃഷ്ണനെ പ്രാപിക്കുക. അതിനായി നമ്മൾ ദിവസേന എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം, കുറേശ്ശെ ഭഗവത്ഗീത വായിക്കണം, നമ്മുടെ ടെമ്പിളിൽ ബന്ധം വരണം, അവിടെ അവരുടെ പങ്കെടുത്ത് ഭഗവാനെ കൂടുതൽ അടുക്കാനുള്ള ആയിട്ട് നമ്മൾ ശ്രമിക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യം അതാക്കി മാറ്റണം.
ശ്ലോകം. ശ്രീ ഭഗവാനുവാച സ്വദുർദർശ സുദുർ സുദുർദർശമിതം രൂപം ദൃഷ്ടമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. ഭഗവാൻ പറഞ്ഞു, പ്രിയ അർജുന, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ രൂപം കാണുവാൻ ഏറെ പ്രയാസമുള്ളതാണ്. ദേവന്മാർ പോലും ഈ പ്രീതരമായ രൂപത്തെ കാണുവാൻ അവസരം പാർത്ത് കഴിയുന്നു. ഈ രൂപം കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദേവന്മാരെല്ലാം ഈ രൂപം കാണാൻ കൊതിക്കുന്നുണ്ട്. കൃഷ്ണൻ സ്വയം തന്റെ രൂപത്തെ പ്രശംസിക്കുന്നു ഇവിടെ. ആ ഭാഗ്യം കൃഷ്ണനെ കാണാൻ വളരെ പ്രയാസമാണ്. ഭക്തി കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. കുറച്ചെങ്കിലും ഭക്തി വേണം നമ്മുടെ ഭഗവാന്റെ സേവകൾ നമ്മൾ ചെയ്യുമ്പോൾ. എന്നാലും നമ്മൾക്ക് ഒരു പ്രതികരണം ലഭിക്കാൻ പ്രകടിപ്പിക്കുമ്പോൾ എല്ലാ സന്നിധരാകും. ഭഗവാന്റെ ലീലകൾ കാണാനും ഭഗവാന് പുഷ്പങ്ങൾ അർപ്പിക്കാനും അവരുണ്ടാവും. ഭഗവാന്റെ രൂപത്തെ നിരാകരിക്കരുത്. ഭഗവാൻ രൂപത്തെ നിരാകരിക്കുന്നവരാണ് ഭഗവാൻ ഒരിക്കലും പെടാത്തത്. നിരാകരിക്കുന്ന സർവകാരണ വേദപ്രക്രിയ ശ്രവണമാണ്. ഭഗവാനെ കുറിച്ച് ശ്രവണം ചെയ്യുമ്പോൾ ഭഗവാൻ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കി തരുന്നു. നാമജപം അതിന് സഹായിക്കുന്നു. നമ്മുടെ കണ്ണ് തുറക്കും. ശ്രവണവും കീർത്തനവും അതിന് സഹായിക്കുന്നു. നാഹം വേദേന തപസാ നദാനേന ചേജയാ ശക്യ ഏവം വിദോ ദൃഷ്ടം ദൃഷ്ടവാനസി മാം യഥാ. അതീന്ദ്രിയ ദൃഷ്ടിയിൽ നീ കാണുന്ന ഈ രൂപം വേദനയുണ്ടോ കൊണ്ടോ യജ്ഞാദികളോ ആദ്യമല്ല. ഭക്തിയുടെ സേവനത്തിലൂടെ മാത്രമേ അതിന് കഴിയൂ. നമുക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ പ്രാപിക്കില്ല. ഭക്തി വേണം. നിസ്വാർത്ഥമായ ഭക്തിയുടെ സേവനം ആണ് മാത്രമേ അത് സാധ്യമാകൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണൻ തന്നെയാണ് ഇത് പറയുന്നത്. കൃഷ്ണൻ ഭക്തിയെ പ്രകീർത്തിക്കുന്നുണ്ട് ഇവിടെ. വളരെ പ്രധാനപ്പെട്ട കാര്യം. ശ്ലോകം 54. ഭക്ത്യാത്മനന്യയാ ശക്യ അഹമേവം വിദോ അർജുന ജ്ഞാദ്യം ദൃഷ്ട തത്വേന പ്രവേഷ്ടം ച പരം തവ. അൻപത്തിനാലാം ശ്ലോകത്തില് ഭക്തിയുടെ സേവനം ഉൾക്കൊള്ളുന്നത് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം. ഇതൊക്കെ ദിവസേന നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കണം. ഭഗവത്ഗീത വായിക്കുന്നത് മാത്രം പോരാ. അതിൽ പറഞ്ഞു തന്ന തത്വങ്ങൾ നമ്മൾ പരിശീലിക്കണം. എന്നാലേ ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാനെ പ്രാപ്യമാകൂ. ഇത് കൃഷ്ണൻ പറയുന്നത് പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതെല്ലാം വിരസമായി ചെയ്യേണ്ടതല്ല. എല്ലാ ഭക്തിസേവനങ്ങളും രസാവഹമായി ചെയ്യേണ്ടതാണ്. ഈ പ്രവൃത്തികളെയെല്ലാം നമ്മളെ കൃഷ്ണനോട് അടുപ്പിക്കുന്നത് കൊണ്ടാണ് അതിന് രസം വരുന്നത്. ദാനം ആർക്കാണ് ചെയ്യേണ്ടത്? വല്ല ദാനങ്ങളും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ട് ആർക്കെങ്കിലൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. ഭക്തിയുടെ സേവനം ചെയ്യുന്നവർക്ക് വേണം ദാനം ചെയ്യാൻ. കാരണം അവരാണ് ഭഗവത്ഗീത, ഭഗവാന്റെ സന്ദേശം എല്ലാവർക്കും നൽകുന്നത്. സന്ദേശം എല്ലാവരുടെയും എത്തിക്കുന്നതും അവരാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദാനം ചെയ്യണം. ദാനം ചെയ്യേണ്ട മൂഡ്, മാനസികാവസ്ഥ, ഭക്തിയോ ഒക്കെ ഭക്തി കൊണ്ടാവണം. കൃഷ്ണൻ ഇതിൽ തൃപ്തിപ്പെടുന്നു. അപ്പോൾ വേദപഠനം, ദാനം, തപസ് എല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഭക്തിയോടെ ചെയ്യാവുന്നതാണ്. ഭഗവാന്റെ പ്രീതിക്ക് നമുക്കൊരു ഗുരു വേണം. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുവാൻ ഗുരുവിന്റെ സഹായം വേണം. ഗുരുവിന് കൃഷ്ണന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഗുരു നമുക്ക് പരിശീലനം തരുന്നു. മനസ്സിലാക്കുന്നു. ശ്ലോകം 55. മത്കർമ്മക്യൻ മത്പരമോ മത്ഭക്ത സംഘവർജിത നിർവേര സർവഭൂതേഷു യസാമാമേതി പാണ്ഡവ. പ്രിയ അർജുന,
ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഉപോഭവങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിന്റെ പരമ ലക്ഷ്യമായി കരുതുകയും സർവബുദ്ധങ്ങളോടും സുഹൃദരൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും. നമ്മള് അങ്ങനെ ഇപ്പോൾ ഈ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിലെത്തിക്കുന്ന നമ്മള് അവസാന ശ്ലോകത്തിൽ വന്നു. നമ്മള് പ്രധാനപ്പെട്ട ശ്ലോകമാണ് നമ്മുടെ ഭഗവാനെ പ്രാപിക്കുക, അതല്ലാതെ വേറെ ലക്ഷ്യങ്ങളുമില്ല. ഇവിടെ അത് എങ്ങനെയെന്ന് പറയുന്നു. പ്രഭുപാദ് ഈ ശ്ലോകത്തിനെ ഭഗവത്ഗീതയുടെ എസൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കർമ്മം എന്നാണ് എല്ലാ പ്രവൃത്തികളും കൃഷ്ണന് വേണ്ടി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് കൃഷ്ണകർമ്മം. നമ്മുടെ ബുദ്ധി കൃഷ്ണൻ തന്നതാണ്. ആ ബുദ്ധി നമ്മൾ കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കുന്നത് കൃഷ്ണകർമ്മമായി. അങ്ങനെ കൃഷ്ണൻ തന്നിട്ടുള്ള എല്ലാം കൃഷ്ണന്റെ സേവനത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൃഷ്ണനോട് വളരെ അടുക്കുന്നു. അത്തരം വ്യക്തികളിൽ കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്നു. ഒരു ലക്ഷ്യം മാത്രം, കൃഷ്ണന്റെ അടുത്തേക്ക് പോകുക. അതിന് കൃഷ്ണൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. ഈ 9 രീതികളുണ്ട് ഭക്തിയോഗ സേവനത്തിനുള്ളത്. എല്ലാം ചെയ്യുവാൻ പറ്റിയില്ലെങ്കിലും ഒരെണ്ണമെങ്കിലും ശരിക്കും ചെയ്യാൻ നമുക്ക് പൂർണ്ണത വരും. ഉദാഹരണം, ശ്രവണം. മഹാരാജ് ശ്രവണം ചെയ്ത് കൃഷ്ണനെ പ്രാപിച്ചു. സുഖദേവ് ഗോസ്വാമി അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് കീർത്തന വഴി കൃഷ്ണനെ പ്രാപിച്ചു. ഈ കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മഹാമന്ത്രം ജപിച്ചാൽ മാത്രം നമുക്ക് പൂർണ്ണത നേടാം. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഭൗതിക വാസനയെ വർജിക്കണം. എന്തുകൊണ്ട്? അവരോട് സമ്പർക്കം വരുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ നമുക്കും വന്നു ചേരും. അങ്ങനെ നമ്മൾ കൂടുതൽ മലിനീകരിക്കപ്പെടും. ഇത് നമ്മൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കണം. ഉത്തമ ഭക്തി ഒരു ആഗ്രഹമില്ലാതെ ബലേച്ഛ കൂടാതെയുള്ള പ്രവർത്തനം. കൃഷ്ണനെ പ്രേമത്തോടെ സേവിക്കുക ചെയ്യണം. ഒരു ഭക്തൻ ഭക്തിയുഗ സേവനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന നല്ല മരങ്ങൾ കാണാനും ഇത് നമ്മൾ പങ്കിടുമ്പോൾ അതിനെ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുള്ളവരും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അവസരം കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് നമ്മള് പിന്നെ ഓ അർജുന, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും എൻ്റെ അടുത്തേക്ക് വരുന്നു. അധ്യായം കഴിഞ്ഞു. അപ്പോ എല്ലാവർക്കും വളരെ നന്ദി. എല്ലാവരും നാമം ജപിക്കുക, ഭഗവത്ഗീത വായിക്കുക. വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഓരോ ശ്ലോകവും നന്നായിട്ട് പറഞ്ഞു തന്നു മാതാജി. ഇനി ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാതാജിയോട് ചോദിക്കാം. സംശയമൊന്നുമില്ല, മാതാജി നന്നായി പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. അർജുനന്റെ ആ അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ വളരെയധികം ഇതായിട്ട് തോന്നി. കാരണം എന്താന്ന് വെച്ചാല് നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. നമ്മളും ഭഗവാനെ ശരിക്കും മനസ്സിലാക്കാണ്ട് നമ്മള് പല കാര്യങ്ങളിലും നിസ്സാരന്മാരായിട്ട് കാണാറുണ്ട്. പക്ഷെ ആ വിശ്വരൂപം അർജുനൻ കണ്ടപ്പോ അങ്ങർക്ക് എങ്ങനെ തോന്നി ഭഗവാന്റെ മഹത്വം എത്ര എന്നുള്ളത് അപ്പോഴാ മനസ്സിലായത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഓരോ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിൽ കൂടി പോകുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്നത്. അർജുനന്റെ അവസ്ഥയിൽ നമ്മളും പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും മാതാജി നമ്മളിലേക്ക് എത്തിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് മാത്രല്ല മാതാജി കൃത്യസമയത്ത് തന്നെ ക്ലാസ് തീർക്കുകയും ചെയ്തു. വെരി ഗുഡ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം. നന്നായിരുന്നു ക്ലാസ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ക്ലാസ് നന്നായിരുന്നു. മാത്രമല്ല മാതാജിയുടെ ശ്ലോകം വായിക്കൽ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. നല്ല രീതിയിലായിരുന്നു ശ്ലോകത്തിന്റെ വായന. നന്നായിരുന്നു മാതാജി, വളരെ നന്നായി. പിന്നെ സമയത്തിന് നിർത്തുകയും ചെയ്തു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കും സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇനി വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി ഇന്ന് ഗീതാമാഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഭക്ത രാജേഷ് മേനോൻ പ്രഭുവിനും ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഹിസ് ഗ്രേസ് ശരണ്യ ശ്യാം സുന്ദർ ദാസ് പ്രഭുവിനും ഭഗവത്ഗീത ക്ലാസ് എടുത്ത ഹെർ ഗ്രേസ് ഗുണമാല ദേവി ദാസി മാതാജിക്കും ഇസ്കോൺ കൊച്ചിയുടെ പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഇന്നിവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇസ്കോൺ കൊച്ചിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നരസിംഹ പ്രണാമത്തോടു കൂടി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദഗാദദായിനി ഹിരണ്യകാശിപോർവചഃ ശിലഡംഗനഖാലായേ ഇതോ നൃസിംഹ പരതോ നൃസിംഹ യതോ യതോ യാമി തതോ നൃസിംഹ ബഹിർനൃസിംഹോ ഹൃദയേ നൃസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നഖം അത്ഭുതശൃംഗം ദളിത ഹിരണ്യകശിപു തനുഭൃംഗം കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव जय नरहरि जय नरहरि नरहरि जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज जय प्रभुपाद जय प्रभुपाद प्रभुपाद जय प्रभुपाद निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल. हरे कृष्ण. ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ മാതാജി.